ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വിശദീകരിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. 90 വയസ്സുള്ള നിലമ്പൂർ ആയിഷയെ അസഭ്യം പറയുന്ന UDF അണികളെ പ്രബുദ്ധ കേരളം തള്ളിക്കളയുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാനുള്ള UDF തീരുമാനം പരാജയഭീതിയിൽ നിന്നാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി നയം മാറ്റിയെന്ന് VD സതീശൻ പറയുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് പറയണം. ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യത്തെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് കാണുന്നത് എന്ന് പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് പറയണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നാളെ വരും എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസ് നേതൃത്വത്തോടും ഇന്നത്തെ പരിതസ്ഥിതിയിൽ ചോദിക്കാനുള്ളത്. നിലമ്പൂർ ആയിഷയ്ക്കെതിരായ സൈബർ ആക്രമണം വിലപ്പോകില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മനുഷ്യത്വരഹിതമായ സാമൂഹിക ബോധത്തെ അതിശക്തിയായ രീതിയിൽ വെല്ലുവിളിക്കുന്ന ചില സൈബർ ആക്രമണങ്ങളാണിപ്പോൾ നിലമ്പൂർ ആയിഷയ്ക്കെതിരെ വന്നിട്ടുള്ളത്. അവർക്ക് മാത്രമെതിരായിട്ടല്ല, എല്ലാവർക്കും എതിരായിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ ഈ കേരളം, ഉത്ബുദ്ധ കേരളം ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. പണ്ടുകാലത്ത് നാടകം കളിക്കുമ്പോൾ അടിയും വെടിയും കല്ലേറും കിട്ടിയിട്ടുണ്ട്. അന്ന് ഭയപ്പെട്ടിട്ടില്ല. പിന്നല്ലേ ഇപ്പോഴെന്ന് നിലമ്പൂർ ആയിഷയും പ്രതികരിച്ചു. 1% ആശമാർ മാത്രമാണ് സമരം ചെയ്യുന്നതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 1% ആശമാരാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം. കോൺഗ്രസിൻ്റെ സമരമാണ്. അത്രയേ ഞങ്ങൾ ഈ കൂടി കാണുന്നുള്ളൂ. അവർ ആർക്കു വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് ബോധ്യമായില്ലേ എന്നും ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. കൈരളി ന്യൂസ്, നിലമ്പൂർ.